മൈ ഡിയർ ഫ്രണ്ട്സ്, വൈറ്റി വ്ളോഗറിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് വന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാട്ടോ. കോഴിക്കോട് ജില്ലയിൽ കട്ടിപ്പാറ എന്ന സ്ഥലത്ത് കരിയാത്തൻപാറ എന്ന സ്ഥലത്താണ്. കട്ടിപ്പാറ പഞ്ചായത്തിലെ കരിയാത്തൻപാറ എന്ന സ്ഥലത്ത്. അപ്പോൾ ഇവിടെ വരാൻ കാരണം എൻ്റെ നാടാട്ടോ ഇത്. കോഴിക്കോട് ജില്ലയിൽ കട്ടിപ്പാറ എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വരാൻ കാരണം എൻ്റെ പുറകെ കണ്ടില്ലേ, ഈ ഒരു ലൊക്കേഷൻ കണ്ടോ. ഇതൊക്കെ മലയാള സിനിമയിലോ മലയാളത്തിലെ ഒരുപാട് സിനിമയിൽ കാണാൻ ഇടവന്ന ഒരു ലൊക്കേഷനാണ്. അത്രയും സ്റ്റൈലും സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ്. അതായത് ഇതിന് കരിയാത്തൻപാറ, പിന്നെ തൊട്ടടുത്ത് തോണിക്കടവ്, ഈ രണ്ട് ലൊക്കേഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നത്. നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വന്നട്ടോ. അപ്പം ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രകൃതി സൗന്ദര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. ഏതൊക്കെ പണമാണ് ഇവിടെ ഷൂട്ട് ചെയ്തതെന്നുള്ളൂ, അപ്പോൾ ആ ഏതൊക്കെ സീനാണെന്നുള്ളതും ആരൊക്കെ അഭിനയിച്ചതെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടുതൽ കണ്ട് മനസ്സിലാക്കി വരാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കട്ടിപ്പാറയിൽ നിന്ന് കൂരാച്ചുണ്ട് ഭാഗത്താട്ടോ ഈ ഒരു രണ്ട് സൈറ്റുള്ളത്. അതായത് തോണിക്കടവും പിന്നെ കരിയാത്തൻപാറ എന്ന സ്ഥലത്തും. അതിൽ കരിയാത്തൻപാറ ഭാഗത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. നല്ല അടിപൊളി ഒരു മലയ്ക്ക് നടുവിലാണിത്, രണ്ട് ഭാഗത്തും മല. അപ്പോൾ അവിടെ കയറാൻ തന്നെ പാസ് വേണം. അതായത് 30 രൂപയാണ് വലിയ മുതിർന്നവർക്ക്. ചിൽഡ്രൻസിന് അതിൽ കുറവ് 15 തോന്നുന്നു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് എൻട്രിയാണിത്. ഈ എൻട്രി തന്നെ കണ്ടോ എത്ര മനോഹരമാണെന്നറിയോ. ഇവിടെ അടിപൊളി ഒരു വ്യൂ ആണിത്. പച്ച പരവരാഞ്ഞ് വിരിച്ചതാണ് ഈ സ്ഥലം. മഴക്കാലം അല്ലെങ്കിൽ കൂടെ പച്ചയാണ്, ഫുള്ള് പച്ചപ്പാണ്. പിന്നെ മഴക്കാലമായ പറയണ്ടല്ലോ, അടിപൊളി ഒരു വ്യൂ ആയിരിക്കും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താ അറിയാം, കുതിരസവാരി വൈകുന്നേരങ്ങൾ ആൾക്കാർ ഇഷ്ടം വേണ്ടതാണോ, ഫുൾ ആൾക്കാരാണ്. എല്ലാവരും ഇങ്ങനെ വന്ന് ഫോട്ടോഷൂട്ടിനായാലും ശരി, അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വൈകുന്നേരങ്ങൾക്ക് ഭയങ്കര ഒരിതാണ്. കുതിരസവാരിയൊക്കെ മെയിൻ ഒരു ഡെയിലി കാണാവുന്നൊരു കാഴ്ചയാണ് ഇവിടെ. കുറഞ്ഞ പൈസ ഈടാക്കിയിട്ട് കുരപ്പുറത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്യും. 100 രൂപയാണ് ഒരു ട്രിപ്പിന്. അപ്പോൾ ഇതാണ് കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറയ്ക്കടുത്തുള്ള കരിയാത്തൻപാറ എന്ന സ്ഥലം. കരിയാത്തൻപാറ ഉണ്ടോ, ആർക്കും ഇഷ്ടപ്പെട്ടു പോകും ഒറ്റ നോടത്ത് തന്നെ. അത്രയും പ്രകൃതി സൗന്ദര്യം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലം അതുകൊണ്ടോ. ചുറ്റപ്പെട്ട് കിടക്കുന്ന മലകൾ ഇത്രയും ക്ലിയർ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇത് ഏകദേശം ഒരു 4-5 മണിയായിട്ടോ ടൈം. ഇപ്പോൾ നല്ല ക്ലിയറാണ്, മഴയൊക്കെ പോയി ഏകദേശം. ഇതുണ്ടോ, ഈ ഒരു ലൊക്കേഷൻ മലയാള സിനിമയിൽ, അതായത് കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്നുള്ള സിനിമയിലും പാട്ട് സീനായാലും, പിന്നെ ഇന്ത്യൻ റൂപ്പിൽ ഒരു സ്റ്റണ്ട് സീന്, അതൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ കഥ തുടരുന്നു, മിഖായൽ, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ പേര്, പിന്നെ പിൻഗാമി, മോഹൻലാലിൻ്റെ പടം പിൻഗാമില്ലേ, അതൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഈ ഒരു ലൊക്കേഷനാണ് അതൊക്കെ. ഈ ലൊക്കേഷനും പരിസരമാണ് അതൊക്കെ ഷൂട്ട് ചെയ്തത്. ഭയങ്കര കാറ്റാണ് ഇവിടെ, കാറ്റ് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, പറന്നു പോയി ക്യാമറയൊക്കെ. തണുത്ത കാറ്റാണ്. പിന്നെ ഈ ഒരു തടാകം കണ്ടോ, എന്ത് സ്റ്റൈലാണ് നോക്കി. എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഫിലിം ലൊക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അത്ഭുതം തന്നെ. അത്ഭുതം എന്ന് വെച്ചാൽ ഒരു അഹങ്കാരം കൂടിയാണ്. ഇതുണ്ടോ എത്ര സ്റ്റൈലാണെന്നറിയോ. ഇതൊക്കെ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗം കേട്ടോ, കേരള സർക്കാരിൻ്റെ കീഴിലാണ് ഇതൊക്കെ. അതേപോലെ ഫീസ് വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് കടത്തി വിടുന്നത്. എൻട്രി പാസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തേക്കും, അതായത് തോണിക്കടവും കരിയാത്തൻപാറ എന്ന സ്ഥലത്തേക്കും. ഇതുണ്ടോ ഇത്ര സ്റ്റൈലാണെന്നറിയാം. ചുറ്റപ്പെട്ട് കിടക്കുക മലകൾ. വേണ്ട നോക്കിയാൽ അറിയാം, ഈ വിഷ്വൽ കാണുന്നത് മാതിരി തന്നെയാണ്. ഇത്രയും സ്റ്റൈലൻ സ്ഥലങ്ങളത് ഉണ്ടോ. പച്ച പരവതാനിയാണ് ഇതൊക്കെ. എന്ത് സ്റ്റൈലാണെന്നറിയാം. ഇവിടെ നിന്നൊക്കെയാണ് നമ്മളെ മലയാളത്തിലെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തത്. അവസാനമായിട്ട് ഷൂട്ട് ചെയ്ത പടം ഇതാണ്, അതായത് മിഖായൽ എന്ന പടം കേട്ടോ, മിഖായൽ. അപ്പോൾ സിനിമേൻ്റെ ഓരോ ഷൂട്ടും ഓരോ ഭാഗങ്ങൾ ഞാൻ ഇതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യാം.
പിന്നെ ഒരു സംഭവം കാണിച്ചു കേട്ടോ. അതായത് കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം എന്ന് പറഞ്ഞ ദിലീപേട്ടൻ്റെ ഒരു പടമല്ലേ, അതിൽ ദിലീപേട്ടൻ പാടി മരത്തിനിടയിൽ തല വെക്കുന്നൊരു സീനല്ലേ, അത് ഈ മരം കേട്ടോ. അതെല്ലാം കൂടി വീണുപോയി. ഈ മരമാണത്. നല്ല അടിപൊളി കോമഡിയും പാട്ടും എല്ലാം കൂടി അടിപൊളിയാണ് സീനാണത്. ആ മരം ഇതാണ്, മറിഞ്ഞു വീണുപോയി. പൊന്നും കനവുകൾ. അതായത് തോണിക്കടവും കരിയാത്തുംപാറയായിട്ട് 1 കിലോമീറ്റർ മാറ്റമുള്ളൂ. 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 2 സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ ടിക്കറ്റാണ് ഇവിടെ വന്നാൽ. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ ഒറ്റ ടിക്കറ്റ് കൊണ്ട് തന്നെ ഈ 2 സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. മഴക്കാലത്ത് ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ മഴ തോരാതെ പെയ്യുന്ന ഒരു ഏരിയ ആണിത്. അതുപോലെ തന്നെ വെള്ളക്കെട്ടും. ഇപ്പം വെള്ളം ഇത്രയേ ഉള്ളെങ്കിലും മഴക്കാലത്ത് നല്ല വെള്ളം. അതുപോലെ തന്നെ പിൻഗാമി എന്ന ചിത്രത്തിൽ മോഹൻലാൽ നായകനായ ചിത്രം, അതായത് മോഹൻലാലും ജഗതി ചേട്ടനും കൂടി ഒരു ജീപ്പ് വെള്ളത്തിലിട്ട് ക്രെയിൻ വഴി പൊക്കാൻ നോക്കുന്ന രംഗമല്ലേ, അതൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. ഈ ഒരു പ്രദേശം, അതായത് കരിയാത്തുംപാറ അതുപോലെ തന്നെ നമ്മുടെ തോണിക്കടവ്, ഈ 2 പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയുടെ കൂരാച്ചുണ്ട് എന്ന പഞ്ചായത്തിലാണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത്. അത് ഈ കൂരാച്ചുണ്ട് എന്ന് പൊതുവെ മലമ്പ്രദേശമാണ്. അതായത് അവിടെ ഈ ഒരു പ്രദേശത്തിനാണ് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത്. കക്കയം ഡാം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ചെറിയ ഡാമാണ്, വളരെ ചെറുതല്ല, എന്നാലും ഒരു മീഡിയം സൈസ് ഡാമാണ്. അതുകൊണ്ട് തന്നെ മലമ്പ്രദേശം ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സീനറി, ഇങ്ങനത്തെ ഒരു സ്പോട്ടൊക്കെ ഇവിടെ വരാൻ തന്നെ കാരണം. അത് ചുറ്റപ്പെട്ട് എടുക്കാം മല, അമരാട് മല എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അടുത്തൊരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിലഞ്ചേട്ടനൊക്കെ അഭിനയിച്ച ഒരു സിനിമ അല്ലേ, ഇന്ത്യൻ റൂപ്പി. അതിൽ പൃഥ്വിരാജിൻ്റെ ഒരു സോങ് ഈ ഒരു ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുതിര സവാരി, അതൊക്കെ കുതിരകളാണ്. ഇത് പശു അല്ലേ, സോറി. അതാ കുതിര. നല്ല സ്റ്റൈലൻ വ്യൂ ആണിത്. വളരെ നല്ല സന്തോഷമുണ്ടല്ലോ. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കൂടെ അത് കാണിച്ചു തരാൻ പറ്റിയതിന്. എൻ്റെ നാട്ടിലിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള ഒരു അഭിമാനം. നല്ല സന്തോഷമായി അവിടെ അന്ന് ഷൂട്ട് ചെയ്യാനും ഈ ഒരു കാര്യം ഞങ്ങൾക്കൂടെ പങ്കുവെക്കാൻ. സ്നേഹസുഗന്ധം മായരുതെന്നും നിൻ പുഞ്ചിരിയലകൾ മറയരുതെന്നും നിൻ സ്നേഹസുഗന്ധം അനുപമ നിർവൃതി കോരിയണിഞ്ഞൻ.
പറഞ്ഞ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ. ഓക്കെ, ബൈ. ടാറ്റാ.